الله وبركاته. بسم الله الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. الله سبحانه وتعالى നമ്മുടെ ഈ യുദ്ധം നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ. സൂറത്തുൽ ഹജ്ജിന്റെ 29 ആയത്തുകൾ വരെ നമ്മൾ പഠിച്ചു പൂർത്തിയാക്കി. ഇനി 30 മുതലുള്ള ആയത്തുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് കഅബ പുനർനിർമ്മിക്കാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ സ്ഥലം, അതിന്റെ സ്ഥാനം കാണിച്ചു കൊടുത്തതും അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് പുനർനിർമ്മിച്ചതും പിന്നീട് അവിടെയുള്ള വിഗ്രഹങ്ങളെ നീക്കിക്കളയാനും എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു വന്നത്. പിന്നീട് ഹജ്ജ് കർമ്മത്തിന്റെ ചില ഭാഗങ്ങൾ ഓർമ്മിപ്പിക്കുകയും ചെയ്തു. ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 30-ാമത്തെ ആയത്തിൽ പറയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحلت لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور ذلك. എന്താണ് ആദ്യം പറഞ്ഞത്? ذلك. അതാണ്. ഏതാണ്? ഈ കഴിഞ്ഞ ചില ആയത്തിലല്ലേ ഒരാഴ്ച കൊണ്ട് കുറച്ച് ആളുകളൊക്കെ ടച്ച് വിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ ചരിത്രമല്ലേ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുനർനിർമ്മിച്ചു. പിന്നീട് ആ കഅബ ആരുടെയും സ്വത്തല്ല, അത് ആരുടേതാണ്? അല്ലാഹുവിൻ്റെതാണ്. അതിനെ പരിപാലിക്കുന്ന ആളുകൾക്ക് എന്താണ്? അതിന്റെ വെറും സഹായികൾ, ഖാദിമുകൾ മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുശ്രിക്കീങ്ങൾക്ക് എന്ത് ചെയ്യണം? അല്ലാഹു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കാര്യം. അതുകൊണ്ടാണ്, അത് ഇതുകൊണ്ടാണ്, അതിന്റെ ചരിത്രം ഇങ്ങനെയാണ് കാര്യങ്ങൾ, അവിടെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പഠിപ്പിച്ചത് ആരാണ്? ഇതൊക്കെ ആദ്യം അവിടെ ചെയ്യാൻ കൽപ്പിക്കുന്നത് ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചത്. ഇതാ അതിന്റെ ചരിത്രം, ഇത് നിങ്ങൾക്കറിയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നത് അതിനാണ് ദാലിക എന്ന് ഉപയോഗിക്കുന്നത്. ഖുർആനിൽ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. ദാലിക എന്ന് തുടങ്ങുന്ന കുറെ ആയത്തുകൾ കണ്ടിട്ടില്ലേ? ദാലിക അതാണ്, അതായത് ഈ കഴിഞ്ഞ പറഞ്ഞ കാര്യങ്ങൾ അതാണ്. എന്താണ്? വമൻ യുഅദ്ദിം. ഈ പറഞ്ഞ കാര്യങ്ങളെ ആരെങ്കിലും വമൻ യുഅദ്ദിം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗിച്ചത്. ആരെങ്കിലും
ഇതിനെ ബഹുമാനിക്കുന്നതായാൽ, യുഅദ്ദിം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇതിനെ ബഹുമാനിക്കുന്നതായാൽ, ഏതിനെ? ഹുറുമാത്തില്ലാഹ്. ഏതിനെ ബഹുമാനിക്കുന്നതായാൽ? അള്ളാഹുവിന്റെ അലംഘ്യ വസ്തുക്കളെ, അള്ളാഹുവിന്റെ പരിപാവന വസ്തുക്കളെ. ഹുറുമാത്തില്ല എന്നുകൊണ്ട്, ഹുറുമാത്ത് എന്നുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ബഹുമാനിക്കപ്പെടേണ്ടതും അതുപോലെ തന്നെ അനാദരിക്കുവാൻ പാടില്ലാത്തതുമാണെന്ന് ഈ ഹുറുമാത്ത് എന്ന്, ഹുറുമത്ത് എന്നുള്ള വാക്കിൽ നിന്നാണ് എന്ത് വരുന്നത്? ഹുറുമാത്ത് എന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ കുറെ മത നിയമങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നമ്മൾക്ക് ഇവിടെ പറഞ്ഞു തന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെ ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ, ഇതിനാരെങ്കിലും ബഹുമാനിച്ച അതന്നെ ഈ പറഞ്ഞ അള്ളാഹു പറഞ്ഞ ഓരോ കാര്യങ്ങളെ വമൻ യുഅദ്ദിം, ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ, ഹുറുമാത്തില്ല അള്ളാഹുവിന്റെ അലംഘ്യമായ വസ്തുക്കളിലെ എല്ലാ മതചിഹ്നങ്ങൾ നമുക്കതിനെ പറയാം. അങ്ങനെയുള്ള ഇതിനെ ആരെങ്കിലും ബഹുമാനിച്ചാൽ, എങ്ങനെയാണ് ബഹുമാനിക്കേണ്ടത്? ഇന്ന് നമ്മൾ കാണിക്കുന്ന, നമ്മള് ചുറ്റുമുള്ള ആളുകളോട് കാണിക്കുന്ന ബഹുമാനാണ് അല്ല, അല്ലെ? മറിച്ച് അതിനെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുക. അതാണ് അതിനുള്ള ബഹുമാനം. നമസ്കാരത്തെ നമ്മൾ എങ്ങനെ ബഹുമാനിക്കാം? നമസ്കാരത്തെ കാണുമ്പോൾ ഇങ്ങനെ നിൽക്കുക, അതാണോ ബഹുമാനം? അല്ല, മറിച്ച് നമസ്കാരത്തെ പൂർണ്ണമായി അംഗീകരിക്കുക, നമസ്കാരത്തിലേക്ക് പൂർണ്ണമായി കടന്നു ചെല്ലുക, ആ നമസ്കാരത്തിലുള്ള റുക്നും ഫർളും വാജിബൊക്കെ കൃത്യമായിട്ട് അനുസരിക്കുക. അതാണ് അതിനോടുള്ള ബഹുമാനം, അല്ലെ? അതാണ് അതിനോടുള്ള കടമ എന്ന് പറയുന്നത്. അതുപോലെ ആരെങ്കിലും അള്ളാഹുവിന്റെ അലംഘ്യമായ വസ്തുക്കളെ ബഹുമാനിക്കുന്നതായാൽ അവരെന്തേ ഉണ്ടാവുള്ളൂ? ഫഹുവ, എന്നാൽ അത് ഖൈറുൽ ലഹു, ഖൈറുൽ ലഹു. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൻ എന്ത് മാത്രമേ ഉള്ളൂ? ഖൈറ് മാത്രമേ ഉള്ളൂ, ഷർറില്ല. ശ്രദ്ധിക്കണേ, ഖൈറ് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ അവിടെ മറ്റൊന്നുണ്ട്. എന്താ? ഷർറില്ല, ഖൈറാണുള്ളത്. നമ്മൾ ആഗ്രഹിക്കുന്നത് ഖൈറല്ലേ? നമ്മളെപ്പോഴും അള്ളാഹുവിനോട് ദുആ ചെയ്യാറുണ്ടല്ലേ? അള്ളാഹുവേ, ഖൈറായ കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ നീ കൊണ്ടുപോകാം, ഷർറുകൾ എന്നിൽ നിന്ന് നീ പരിപൂർണമായി നീക്കിത്ത. ഇപ്പൊ നമ്മൾ അള്ളാഹുവിന്റെ അലംഘ്യമായ ആ വസ്തുക്കളെ, അള്ളാഹു മഹത്വപ്പെടുത്തിയ കാര്യങ്ങളെ ബഹുമാനിക്കാൻ നമ്മൾ തയ്യാറായാൽ, നമ്മൾ ബഹുമാനിച്ചാൽ ഫഹുവ ഖൈറുൽ ലഹു, അവനെ ഗുണകരമാണത്, ഖൈറാണത്. എവിടെ നിന്ന്? ഇൻദ റബ്ബിഹി. അതാണ് ഇമ്പോർട്ടന്റ്. എവിടുന്നാണത്? റബ്ബിന്റെ അടുത്ത്. ആരാണ് ഇവിടെ റബ്ബ്? അല്ലാഹു. അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് നിങ്ങൾക്ക് എന്തേ ഉള്ളൂ? ഖൈറാണ് നിങ്ങൾക്ക് ലഭിക്കല്. എല്ലാം ആരിൽ നിന്നാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നാണ്. അല്ലാഹു പവിത്രത നൽകിയ വസ്തുക്കളെ വല്ലവനും ബഹുമാനിക്കുന്ന പക്ഷം അത് അള്ളാഹുവിന്റെ, തന്റെ രക്ഷിതാവിന്റെ അടുക്കൽ അവനെ ഗുണകരമായിരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പിന്നീട് പറയാണ് വഉഹില്ലത് ലകുമുൽ അൻആം, വഉഹില്ലത് ലകുമുൽ അൻആം. പിന്നീട് വഉഹില്ലത്, നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നു? അനുവദിക്കപ്പെട്ടിരിക്കുന്നു. വഉഹില്ലത്, നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുകയും ചെയ്യുന്നു. ലക്കും, നിങ്ങൾക്ക്. എന്ത്? അൽ അൻആം, കന്നുകാലികൾ, അല്ലേ? ആട്, മാട്, ഒട്ടകം, അതിനൊക്കെയാണ് ചെയ്യുന്നത് അൽ അൻആം എന്ന് പറയുന്നത്. അല്ലാഹു കൂടെ ചേർക്കുന്നു ഇല്ലാ മാ യുത്ലാ അലൈക്കും, ഓതി കേൾപ്പിക്കപ്പെടുന്നത് ഒഴികെ. എന്നാൽ ചില കാര്യങ്ങൾ അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട്? ഹറാമാക്കിയിട്ടുണ്ട്. എല്ലാം അനുവദനീയമാണോ? പന്നി നമുക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്? അല്ലാഹു ശവത്തിനെ, നമ്മൾ ചത്തതിനെ നമുക്ക് കഴിക്കാൻ പറ്റുമോ? പറ്റൂല. എന്തുകൊണ്ടാണ്? അതിനെ അല്ലാഹു എന്താക്കിയിരിക്കുന്നു? ഹറാമാക്കിയിരിക്കുന്നു. എന്നിട്ട് അതൊക്കെ പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരു കാര്യം നമ്മളെ പഠിപ്പിക്കാണ്. ഫജ്തനിബൂ. നമ്മള് കുറെ പ്രാവശ്യം ഈ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഫ എന്നുള്ളത് ഒരു സാധാരണ വാക്കല്ല. ഫ എന്ന് പറയുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത്? ആകയാൽ എന്നാണ്. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എങ്കിൽ ശ്രദ്ധിക്കണേ. ഫ വരുമ്പോ വല്ലാതെ ശ്രദ്ധിക്കണം. ഈ പറഞ്ഞ കാര്യം
നിങ്ങൾ അംഗീകരിക്കുന്നത് ഇങ്ങനെയൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ അലംഘ്യമായ വസ്തുക്കളെ ബഹുമാനിക്കാൻ നിങ്ങൾ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ, അള്ളാഹു ഹറാമാക്കാത്തതല്ലാത്ത മറ്റുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അനുവദിച്ചു നൽകിയും അള്ളാഹു നൽകിയിരിക്കുന്നു, ഇതൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? വർജിക്കുക. ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ വർജിക്കുക. എന്ത്? റിജിസ് എന്ന് പറഞ്ഞാൽ മാലിന്യമാണ്, അശുദ്ധിയാണ്. എന്താ, ഏത് അശുദ്ധിയെ പറ്റിയാണ് നമ്മൾ പറയുന്നത്? മിനൽ ഔസാൻ, വിഗ്രഹങ്ങളാകുന്ന അശുദ്ധിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ അതിനെന്ത് ചെയ്യുക? വർജിക്കേണ്ടതുണ്ട്. വർജിക്കേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അത് മാത്രമാണ് അല്ലാഹു വർജിക്കാൻ പറഞ്ഞത്? അല്ല, വജ്തനിബു, നിങ്ങൾ വർജിക്കുകയും ചെയ്യുക. കള്ളം പറയുന്നത്, കളവ് പറയുന്നത്, ഇല്ലാത്തത് ഉണ്ടാക്കി പറയുന്നത് നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നിർത്തേണ്ടതുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നു? വളരെ വ്യക്തമാക്കി പറഞ്ഞു തരുന്നു. അതായത് സൂറത്തുൽ ഹജ്ജിൽ നമുക്ക് പഠിക്കാനുള്ള മറ്റൊന്ന് എന്താണ്? ബലി നൽകുക, അല്ലെ? അള്ളാഹുവിന്റെ മാർഗത്തിൽ ബലി നൽകുക എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെ? അതിലാണ് നമ്മൾ കുറെ സ്ഥലങ്ങളിൽ കേൾക്കുന്നുണ്ട്, അല്ലെ? ആട്, മാട്, ഒട്ടകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? ബലി നൽകാം എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പലയിടങ്ങളിലും കേട്ടിട്ടുണ്ട്. അള്ളാഹുവിന്റെ രണ്ട് കൽപ്പന വളരെ ശക്തമായത് പിന്നെ എന്ന് പറയുന്നു. ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഈ രീതിയിലാണ് കേൾക്കുക. എന്നാൽ ഇതിന്റെ ചരിത്ര പശ്ചാത്തലം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാക്കളും മദീനയിൽ നിന്ന് മക്കയിലേക്ക് എന്തിനു പോവാണ്? ഉംറ ചെയ്യാൻ വേണ്ടി പോവാണ്. തടഞ്ഞു നിർത്തി മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളോട് പറഞ്ഞു കൊടുക്കുക നബിയെ, ഈ പറയുന്നതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്? മുശ്രിക്കുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് കൊണ്ടുല്ലേ അന്ന് എന്തൊക്കെ വിഗ്രഹങ്ങളുണ്ട്? ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ അന്നുണ്ട്, അല്ലേ? അവരോടാ പറയുന്നത് എന്ത്? ഫജ്തനിബു അർരിജ്സ മിനൽ ഔസാൻ വജ്തനിബു ഖൗല അസ്സൂർ. നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി പറഞ്ഞു നടക്കല്ലേ, നിങ്ങൾ കളവ് പറഞ്ഞു നടക്കല്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് മുശ്രിക്കുകളെ കേൾപ്പിക്കുകയും ചെയ്യണം. ഇനി അടുത്ത ആയത്തിലേക്ക് പോവാം. حنفاء لله غير مشركين به حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سحيق. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ശേഷം ആയത്തിൽ പറയുന്നത്? സ്ട്രൈറ്റ് ഹൃദയത്തോടുകൂടി, ഇങ്ങനെ നേരായ മനസ്സോടെ, സ്ട്രൈറ്റ് നേരായ മനസ്സോടെ, മാത്രമല്ല നിഷ്കളങ്കമായ ഹൃദയത്തോടെ. നിഷ്കളങ്കത,
നമ്മൾ ചില ആളുകളെ കണ്ടാൽ പറയും അവരൊരു കുറച്ച് നിഷ്കളങ്കനാണ്. എന്നാൽ നമ്മൾ നിഷ്കളങ്കനാണോ? നമ്മൾ ആലോചിക്കണം. ഇവിടെ നമ്മൾ ആരോട് നിഷ്കളങ്കത കാണിക്കുന്നു? നിഷ്കളങ്ക ഹൃദയന്മാരായി അല്ലാഹുവിന് വേണ്ടി. ആർക്ക് വേണ്ടി? അല്ലാഹുവിന് വേണ്ടി, അല്ലാഹുവിലേക്ക് നേരായ മനസ്സോടെ കടന്നുപോയവർ. നമ്മള് പറയുന്നുണ്ട് എന്റെ റബ്ബാരെന്ന് വെച്ചപ്പോൾ നേരത്തെ പറഞ്ഞത് എന്ത്? അല്ലാഹ് എന്ന് നമ്മൾ പറയണം. എന്നാൽ യഥാർത്ഥത്തിൽ ഒരു നേരായ മനസ്സോടെ, ഒരു വക്രതയില്ലാതെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞവരാണോ നമ്മൾ? പലപ്പോഴും നമ്മുടെ റബ്ബ് അല്ലാഹുവാണ്, ഞാൻ ആരാധിക്കുന്നത് അല്ലാഹുവിനെയാണ് എന്ന് തുടങ്ങി പല കാര്യങ്ങളും പറയാറുണ്ട്. എന്നാൽ നമ്മളിൽ എത്ര പേര് നേരായ മനസ്സോടെ വക്രതയില്ലാതെ അല്ലാഹുവിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ജീവിതത്തിൽ? പലപ്പോഴും ഇന്ന് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഒരു ഫാഷൻ എന്ന് പറയുന്നത്, അങ്ങനെ പൂർണ്ണമായി അല്ലാഹുവിലേക്ക് തിരിയാന്നൊക്കെ പറയുന്നത് ഒരു മോശമാണ്. അതൊന്നല്ല ഇന്നത്തെ ഒരു വൈബ് എന്ന് പറയുന്നത്. നമ്മളും പഴയ ആളുകളെ പോലെ ആകാൻ പാടില്ല, നമ്മളും വല്ലാതെ അപ്ഡേറ്റ് ആകണം. എന്നാൽ നമ്മൾ പരിശോധിക്കണം, അപ്ഡേറ്റായി അല്ലാഹുവിലേക്ക് ശരിയായ രൂപത്തിൽ തിരിയുന്നവരിൽ നിന്ന് നമ്മൾ മാറിയിട്ടുണ്ട്. നമ്മൾ എത്ര പേർക്ക് ബോധമുണ്ട് ഞാൻ നിഷ്കളങ്കമായ ഹൃദയത്തോടെയാണ് എന്റെ റബ്ബിലേക്ക് തിരിഞ്ഞത് എന്ന്? നേരായ മനസ്സോടെ. പല ആളുകളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഞാനൊരു മുസ്ലിമായ വാപ്പയുടെയും ഉമ്മയുടെയും വയറ്റിൽ ജനിച്ചു, അതുകൊണ്ട് ഞാൻ എന്താകുന്നു? പള്ളിയിൽ വരുന്നു. അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു? നമസ്കരിക്കുന്നു. അതുകൊണ്ട് ഞാൻ എന്താക്കുന്നു? ഖുർആൻ ഓതുന്നു. അല്ലാതെ ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകൾ നമുക്ക് നിറയെ കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ഈ നിഷ്കളങ്കത നമ്മുടെ അടുത്തിരിക്കുന്ന ആൾ പരിശോധിക്കുന്നതാണോ? അല്ല, നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെക്കാൾ അറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശോധനയാണോ വലുത്? നമുക്ക് ആരാണ് മാർക്കിടേണ്ടത്? നമുക്ക് മാർക്കിടേണ്ടത് നമ്മുടെ വാപ്പയാണോ? നമ്മുടെ ഉമ്മയാണോ? നമ്മുടെ സുഹൃത്തുക്കളാണോ? നമ്മുടെ ഭാര്യയാണോ? അല്ല, യഥാർത്ഥത്തിൽ നമ്മുടെ മാർക്കിടുന്നത് അല്ലാഹുവാണ്. ആ അല്ലാഹു നമ്മളെ നോക്കുമ്പോ നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി എന്നിലേക്ക് തിരിഞ്ഞ അടിമയാണ് അവൻ, ഞാൻ എന്നെ റബ്ബ് പറയൂ. എന്ന് നമ്മൾ വെറുതെ കേട്ടിട്ട് പോകേണ്ടതല്ല, അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നേരായ മനസ്സോടെ പടച്ചോണിലേക്ക് തിരിഞ്ഞ ആളുകൾ ആരാ ഉള്ളത്? നമ്മളിപ്പോ ഇരിക്കുന്ന ഇത്ര ആളുകളുണ്ടല്ലോ. നമ്മൾ ഈ മൊത്തത്തിൽ ഖൗമിനെ പറ്റിയിട്ടും ഈ ഉമ്മത്തിനെ പറ്റിയിട്ടൊന്നും ചിന്തിക്കണ്ട. ഞാനാണോ ഞാൻ അങ്ങനെ തിരിഞ്ഞ ഒരാളാണോ? ഞാനാണെങ്കിൽ എന്റെ ഭാര്യയാണോ? എന്റെ മക്കളാണോ? എന്റെ വാപ്പ, എന്റെ ഉമ്മ? നമ്മൾ ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത് എവിടെയാണ്? നമ്മൾ ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത് നമ്മുടെ വീടുകളിലാണ്. നമ്മുടെ വീടുകളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ആളുകളാണ് നാട്ടുകാരെന്ന് പറഞ്ഞാൽ. ഓരോ വീടുകളിൽ നിന്നും ഇറങ്ങി വരുന്ന ആളുകളല്ലേ നമ്മുടെ നാട്ടുകാരെന്ന് പറയുന്നത്. അല്ലാണ്ട് നാട്ടിലേക്ക് പ്രത്യേക ആരെങ്കിലൊക്കെ രാവിലെ ആവുമ്പോൾ മണ്ണിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നുണ്ടോ? ഇല്ല. നമ്മുടെ വീടുകളിൽ യഥാർത്ഥ രൂപത്തിൽ ദഅവത്ത് നടത്തിയാൽ നമ്മുടെ നാട് നന്നാകും, നമ്മുടെ സമൂഹം നന്നാകും. നമ്മൾ തീരുമാനിച്ചിട്ട് ഇറങ്ങണം. നമുക്കറിയാം നമ്മുടെ മക്കളിൽ ചില ആളുകൾക്ക് അല്ലാഹുവിന്റെ വിഷയത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും ദീനിന്റെ വിഷയത്തിൽ ചില സംശയങ്ങളുണ്ട്. നമ്മുടെ സഹോദരനും സഹോദരിക്കും ഇപ്പോഴും ഇസ്ലാമിന്റെ കാര്യങ്ങളിൽ ചില സംശയങ്ങളിൽ, ചില ശക്കുകളിൽ പെട്ടിട്ടുണ്ട്. അതറിഞ്ഞിട്ടും ലാഘവത്തോടെ പോകുന്നവരായി നമ്മൾ മാറരുത്. നിഷ്കളങ്കമായി അല്ലാഹുവിലേക്ക് തിരിഞ്ഞ എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? കൂടെ അല്ലാഹു പറയുന്നു, അവരോട് യാതൊന്നും പങ്കു ചേർക്കാത്തവരുമായിരിക്കണം. അല്ലാഹുവിനോട് ഒന്നിനെ ചെയ്യാൻ പാടില്ല,
പങ്കു ചേർക്കാത്ത ആളുകളും ആയിരിക്കണം നിങ്ങൾ. എത്ര വലിയ കൽപ്പനയാണ്! നമ്മളിത് ഒന്നുകൂടി ആവർത്തിക്കണം. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് മുശ്രിക്കീകളോട് പറയാണ്. നമ്മൾ എത്ര പേര് പറഞ്ഞു? ഇന്ന് ശിർക്ക് കൊണ്ടാകുന്ന അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന ആളുകളെ എത്രയുണ്ട്? എണ്ണിയാൽ തീരാത്തത്രയുണ്ട്. എന്തുകൊണ്ട് നമുക്കിത് പറയാൻ കഴിയണില്ല? പറയാൻ നമ്മളെ കൊണ്ട് കഴിയണം. നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതിനാദ്യം എന്താകണം? നമ്മൾ അള്ളാഹുവിൽ ആരെയും പങ്കു ചേർക്കാത്ത ആൾക്കാരായി മാറണം. നമ്മൾ ചില സമയത്ത് നമ്മൾ അധികമൊന്നും പറയൊന്നുമില്ല, അതിന് നമ്മൾ അടിപൊളിയാണ്. നമ്മൾ പറയുന്നില്ല, എന്നാൽ നമ്മൾ മനസ്സിൽ ചിലത് കൊണ്ട് നടക്കുന്നുണ്ട്, ഹൃദയത്തിൽ ചിലത് കൊണ്ട് നടക്കുന്നുണ്ട്. അള്ളാഹു എവിടത്തേക്കാണ് നോക്കുക? അള്ളാഹു നമ്മുടെ ഈ രൂപത്തിലേക്കൊക്കെയാണ് നോക്കുന്നത്, അല്ല നമ്മൾ ബാക്കിയുള്ളവരോട് അടിക്കുന്ന ഡയലോഗാണ് നോക്കുന്നത്? അതൊക്കെ നോക്കിയാൽ നമ്മൾ വലിയ ദർജയിലാണ്, സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് നൽകും. എന്നാൽ അള്ളാഹു നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുമ്പോ എന്ത് കാണാൻ കഴിയും? പുറത്ത് നമ്മൾ നമസ്കരിക്കുന്ന ആളുകളല്ലേ, അല്ലേ? നമ്മൾ നമസ്കരിക്കുന്ന ആളുകളല്ലേ? നമ്മുടെ വീട്ടിലുള്ള ആളുകൾക്കാണ് 5 നേരം പള്ളിയിലേക്ക് ഇറങ്ങി പോകുന്നുണ്ട്. പള്ളിയിലുള്ള ആളുകൾക്ക്, നാട്ടുകാരിക്ക് അല്ലേ നല്ല അഭിപ്രായമല്ലേ ആണ്? എന്നാൽ ആലോചിച്ച് നോക്ക്, നമ്മുടെ നമസ്കാരത്തിന്റെ വേളയിൽ അള്ളാഹു നമ്മളെ നോക്കുമ്പോ എന്താ പടച്ചോനെ കാണാൻ കഴിയുക? ദുനിയാവിന്റെ ആഘോഷങ്ങളും ദുനിയാവിന്റെ സുഖങ്ങളും സ്വപ്നം കണ്ട് അള്ളാഹിനെ പേടിയില്ലാതെ അള്ളാഹിന്റെ മുന്നിൽ നിൽക്കുന്ന ഒരാളായിട്ടല്ലേ അള്ളാഹുവിനെ കാണാൻ കഴിയുക? നഅൂദുബില്ല, അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഹൃദയത്തിലേക്ക് നോക്കുമ്പോ അവിടെ ശിർക്കിന്റെ ഒരു പഴുതുപോലും ഉണ്ടാകാൻ പാടില്ല. എല്ലാത്തിനും കഴിവുള്ളവൻ അള്ളാഹു മാത്രമാകുന്നു. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം ആരാണ്? അള്ളാഹു മാത്രമാണ് എന്ന് ഹൃദയത്തിൽ കൊണ്ടു നടക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അള്ളാഹു പറയുന്നു, ഇന്ന് ചില ആളുകൾ വിചാരിക്കുന്നുണ്ടല്ലോ, വേണമെങ്കിൽ എന്ത് ചെയ്യാം? അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക, എല്ലാന്നുണ്ടെങ്കിൽ പങ്കു ചേർക്കാം, ശിർക്ക് ചെയ്യാം. 2 ഓപ്ഷൻ നമ്മളുടെ മുന്നിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട്. എന്നാൽ ആ ഓപ്ഷൻ വെക്കുന്ന അടുത്ത വർത്താനം, വമൻ യുശ്രിക് ബില്ലാഹ്, വമൻ യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ എന്താ സംഭവിക്കാന്നറിയോ? ഫകഅന്നമാ ഖറ, അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ അവൻ വീണവനെ പോലെയാണ്. എവിടെ നിന്ന്? മിനസ്സമാ, ആകാശത്തിൽ നിന്ന്. ആകാശത്തിന് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ആകാശത്തിന് പോയാ അതാണോ ഉദ്ദേശിക്കുന്നത്? അല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചപ്പോ നമുക്കുണ്ടായ ഒരു ഫിത്റത്തുണ്ട്. നമ്മൾ നല്ല ശുദ്ധിയായ ഒരു പ്രകൃതിയിലാണ് നമ്മൾ അല്ലാഹു അയച്ചത്. ഏത് രൂപത്തിൽ? ഏത് ശുദ്ധി? അല്ലാഹുവിനെ അനുസരിക്കുന്ന, അല്ലാഹുവിനെ അറിയുന്ന, അല്ലാഹുവിനെ ആരാധിക്കുന്ന ഒരാളുകളായിട്ടാണ് അല്ലാഹു എല്ലാവരെയും ജനിപ്പിച്ചത്. ഫകഅന്നമാ ഖറ മിനസ്സമാ, ആ ഫിത്റത്തിൽ നിന്ന് വീണു പോവുക. അതിലും വലിയ നഷ്ടക്കാര് വേറുണ്ടോ? അതിലും വലിയ നഷ്ടക്കാര് വേറുണ്ടോ? ആ ഫിത്റത്ത് നഷ്ടപ്പെട്ടാൽ ഞാൻ അള്ളാഹിനെയാണ് ആരാധിക്കേണ്ടത്, എന്റെ റബ്ബ് അല്ലാഹുവാണ് എന്ന ബോധമില്ലാണ്ട് അതിൽ നിന്ന് വീണു പോകുക. അതാണ് മിനസ്സമാ, ആകാശം എന്ന് പറഞ്ഞാൽ ആ ഫിത്റത്തിൽ നിന്ന് ഫകഅന്നമാ ഖറ, വീണതുപോലെ ഇരിക്കും. എന്നാൽ അങ്ങനെ വീണാൽ അവനൊന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നു. അടുത്ത കുരുത്തക്കേടാണേ, അടുത്ത കുരുത്തക്കേടാണേ. അങ്ങനെ ആ ഫിത്റത്തിൽ നിന്ന് വീണ് പോയാൽ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതുന്നു. അല്ലാഹു പറയുന്നു, ഫതഖ്തഫുഹു, ഫതഖ്തഫുഹു അല്ലാത്ത ഉപയോഗമാണ്. എന്നാൽ അവനെന്ത് ചെയ്യും? റാഞ്ചി കൊണ്ടുപോകും. അവനെന്ത് ചെയ്യും? റാഞ്ചി കൊണ്ടുപോകും. അവൻ വിചാരിക്കുന്നു അങ്ങനെ അള്ളാഹിനൊന്നും ആരാധിച്ചിട്ടില്ല, അള്ളാഹുവിനെ ആരാധിക്കണമെന്നൊന്നുമില്ല, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നതും പ്രശ്നമൊന്നുമില്ല എന്നവൻ കരുതിയാൽ, എന്നവൻ കരുതുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവനെ റാഞ്ചി കൊണ്ടുപോകും. എന്ത്? അത്തയ്ർ, പറവകൾ, പക്ഷികൾ. ഇവിടെ പറവകൾ കൊണ്ട്, പക്ഷികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മളിങ്ങനെ ആകാശത്ത് പോവുകയും നമ്മളൊരു പരുന്ത് വന്ന് പിടിക്കലാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? അല്ല, ഒരിക്കലുമല്ല. അല്ലാഹു ഒരു ഉദാഹരണം പറയണം. ഫതഖ്തഫുഹു, റാഞ്ചി കൊണ്ടുപോകും. അത്തയ്ർ, പറവകൾ എന്ന് പറഞ്ഞാൽ ശൈത്താൻ നമ്മളെ റാഞ്ചി കൊണ്ടുപോകും. ശൈത്താൻ നമ്മളെ റാഞ്ചി കൊണ്ടുപോകുന്നു. ഏതിൽ നിന്ന്?
നമ്മൾ നിൽക്കുന്ന ഒരു മാർഗമുണ്ടല്ലോ, അതിൽ നിന്ന് ശൈത്താനെ മാറ്റിക്കൊണ്ടുപോകും. വിശ്വാസം നമ്മളിൽ നിന്ന് തെറ്റാൻ കുറെ സമയമൊന്നും ആവശ്യമില്ല. അതുകൊണ്ടാണ് തലേന്ന് ഇശാ നമസ്കരിച്ച് അള്ളാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്ത ഒരാള് രാത്രി എന്തുകൊണ്ട് ആത്മഹത്യ ചെയ്തു? എന്തുകൊണ്ട് ആത്മഹത്യ എന്ന പ്രവൃത്തിയിലേക്ക് അയാൾക്ക് പോകാൻ കഴിയുന്നു? അതിന് കഴിയുന്നത് അവനെന്ത് ചെയ്യാണ്? മാറ്റി കൊണ്ടുപോകുകയാണ് ശൈത്താൻ. അതാണ് നമ്മൾ പറയുന്നത്, ശിർക്കിലേക്ക് കടന്നുപോയാൽ, നിങ്ങൾ അല്ലാഹുവിൽ ശിർക്ക് ചെയ്താൽ പിന്നെ നിങ്ങൾ നഷ്ടവാളികളായി. പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എത്തിക്കുന്ന അവസ്ഥ ഇതുവരെ എത്തിക്കുന്നത്, ഇതിലേക്ക് ആരെത്തിക്കുന്നത്? അല്ലാഹു തന്നെയല്ലേ, അല്ലാഹു തന്നെയല്ലേ. അവിടെ ശൈത്താന് നമ്മളെ വഴിതെറ്റിക്കാനുള്ള കഴിവുണ്ടോ? നമസ്കരിക്കാൻ പോകുന്ന നമ്മളെ വഴിയിൽ നിന്ന് തടയാനുള്ള കഴിവ് ശൈത്താനുണ്ടോ? ചില വസ്വാസുകൾ ഉണ്ടാക്കാനേ കഴിയുള്ളൂ, ശൈത്താനെ കഴിയുള്ളൂ. എന്നാൽ നമ്മളോ ഇന്നത്തെ കാലത്ത് ഏറ്റവും വലുതാരാണ്? ശൈത്താനാണ്. എല്ലാം ശൈത്താനെ പറയും, എല്ലാം ശൈത്താനെ തലയിലിടും. ശൈത്താൻ ലാസ്റ്റ് ഒഴിഞ്ഞു മാറുന്നൊരു രംഗം സൂറത്തുൽ ഇബ്രാഹിമിൽ കാണാം. ശൈത്താന്റെ ഖുതുബ കേട്ടിട്ടുണ്ട് നിങ്ങള്? കേട്ടിട്ടില്ലേ? ശൈത്താന്റെ ഖുതുബ, നരകത്തിൽ വെച്ച് ശൈത്താൻ നടത്തുന്ന ഒരു ഖുതുബ. നിങ്ങളെല്ലാരും കരുതുന്നുണ്ട് എന്നെ പറയാല്ലേ, നിങ്ങളെല്ലാരും പറയും ഞാനിതാ ചങ്ങയെ കൊണ്ട് അടങ്ങാറായതാണ്. എന്നാ ശൈത്താൻ എന്ന് പറയും, അറിയില്ല കേട്ടോ, എനിക്കറിയാം കേട്ടോ, ഞാൻ എന്താ ചെയ്തിട്ടുള്ളൂ? ഒരു ദഅവത്തെ ചെയ്തിട്ടുള്ളൂ. ഇല്ല അൻതഅഉതുക്കും, ഞാൻ ദഅവത്ത് ചെയ്തു. ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് ഉത്തരം തന്നു. ഞാൻ എന്ത് ചെയ്യാൻ? ഇന്ന് എന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഫലാ തലൂമുനി, എന്നെ പറഞ്ഞില്ല, നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞോ. വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, ഞാൻ ആരുടെയും സുൽത്താനല്ല, ഞാൻ ആരുടെയും അധികാരി ആയിരുന്നില്ല. എന്നാൽ ഞാൻ എന്താ ചെയ്തത്? ഇല്ല അൻതഅഉതുക്കും, ഞാൻ ദഅവത്ത് ചെയ്തു. ഫസ്തജബ്തും ലീ, നിങ്ങൾ സ്വീകരിച്ചു. നിങ്ങൾ അതിന് മറുപടി തന്നു. ഇനി ഞാനിപ്പോ എന്ത് ചെയ്യാൻ? ശൈത്താനങ്ങൾ ഒഴിഞ്ഞു മാറും. എന്നാൽ അള്ളാഹുവിൽ പങ്കു ചേർത്താൽ അള്ളാഹു അവനെ അവന്റെ ഫിത്രത്തിൽ നിന്ന് താഴേക്കെറിയും. കഴിയുന്നില്ല. ഒരു ശൈത്താൻ വന്ന് ഇബ്ലീസ് വന്നെന്ത് ചെയ്യും? അവനെ റാഞ്ചി കൊണ്ടുപോവുകയും ചെയ്യും. അല്ലെങ്കിലോ തഹ്വീ ബിഹി റീഹു ഫീ മകാനിൻ സഹീഖ, അതുമല്ലെങ്കിൽ കാറ്റ് അവനെ ഒരു വിദൂര സ്ഥലത്തേക്ക് കൊണ്ടുപോയി തള്ളുന്നു. സഹീഖ്, സഹീഖ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, വെറും നമ്മളെ കരുതുന്നത് പോലെ ഒരു ദൂരസ്ഥലം എന്നല്ല, മറിച്ച് നമ്മളെ ഇല്ലാതെയാക്കി കളയുന്ന, പൊടിച്ചു കളയുന്ന, നശിപ്പിച്ചു കളയുന്ന ഒരിടത്തേക്ക് ആ കാറ്റെന്ത് ചെയ്യും? നമ്മളെ കൊണ്ട് തള്ളും. ശിർക്ക് ചെയ്തിട്ടുണ്ടോ? പിന്നെ അള്ളാന്റെ മാർഗത്തിൽ വരാൻ കഴിയില്ല. ശിർക്ക് ചെയ്തിട്ടുണ്ടോ? ശൈത്താൻ നമ്മളെ ആഞ്ചി കൊണ്ടുപോകും. ഇനി ശൈത്താൻ നമ്മളെ ആഞ്ചി കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഒരു കാറ്റ് കൊണ്ടുപോയി നമ്മളെ എത്തിക്കും. ഏതിലേക്ക്? നമ്മളെ പൊടിച്ചു കളയുന്ന, നമ്മളെ ഇല്ലാതാക്കി കളയുന്ന ഒന്നിലേക്ക്. അപ്പോ ഇത് കേട്ടിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ എന്നുള്ളത് ഒരു ഓപ്ഷൻ ആണെന്ന്? അള്ളാഹുവിലേക്ക് തിരിയാന്നുള്ള ഒരു ഓപ്ഷനായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഒരു ഓപ്ഷൻ അല്ല. അത് മാത്രമേ നമുക്കുള്ളൂ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനിനെ സംബന്ധിച്ചിടത്തോളം അത് മാത്രമേ ഉള്ളൂ അവന്റെ റൂട്ട്. ഒറ്റൊന്ന് എന്താ? നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടി എന്ത് ചെയ്യുക? അള്ളാഹുവിലേക്ക് തിരിയുക. എന്ത് ചെയ്യാൻ പാടില്ല? നമ്മള് ശിർക്ക് ചെയ്യാൻ പാടില്ല. അത് നിർബന്ധമാണ്. ഇനി അഥവാ നിങ്ങൾ ചെയ്താൽ, അതാണ്, അല്ലാണ്ട് രണ്ട് ഓപ്ഷൻ വെച്ചിട്ട് അതിൽ ഒന്ന് തിരഞ്ഞെടുക്കലല്ല. അഥവാ നിങ്ങൾ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യും? ചുരുക്കി പറഞ്ഞാൽ നശിക്കും, ഇല്ലാതെയാകുമെന്ന് അല്ലാഹു വളരെ വ്യക്തമായിട്ട് പറയും. അടുത്തത് നോക്കാം. ذلك ومن يعظم شعائر الله فإنها من تقوى القلوب
വിഷയത്തിന്റെ ഗൗരവത്തെ പറ്റുന്നു. അതാണ് അള്ളാഹു മറ്റൊരു കാര്യം പറയാണ്, ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ, മറ്റൊരു കാര്യം പറയണേ, എന്തിനെ? അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ, മതചിഹ്നങ്ങളെ. അല്ലെ, പല കാര്യങ്ങളുണ്ട് അല്ലെ. മതചിഹ്നങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നമസ്കാരം, നമ്മുടെ പള്ളി, നമ്മുടെ ചെയ്യുന്ന ഓരോ കർമ്മങ്ങൾ എന്ന് തുടങ്ങിയതുണ്ട്, പല മതചിഹ്നങ്ങളുണ്ട്. ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്തിനെ പറ്റിയിട്ടാണ്? ബലികർമ്മത്തെ പറ്റിയിട്ടാണ്. ഏതിനെ പറ്റിയിട്ടാണ്? ബലികർമ്മത്തെ പറ്റിയിട്ടാണ്. അതിനെ ആരെങ്കിലും ബഹുമാനിക്കുന്നതായാൽ, ഇതിനെ, ഈ മതചിഹ്നങ്ങളെ, അത് ഹൃദയത്തിലെ ഏതിൽ നിന്ന്? ഭക്തിയിൽ നിന്നുള്ളത് അത്രേ. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബലികർമ്മം എന്ന് പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതാണോ ബലികർമ്മം എന്ന് പറയുന്നത്? അല്ല. മുൻകഴിഞ്ഞു പോയ എല്ലാ പ്രവാചകന്മാർക്കും, എല്ലാ ഉമ്മത്തുകൾക്കും എന്തുണ്ട്? ബലികർമ്മമുണ്ട്. എന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന് നൽകിയത് പോലെയാണോ ബാക്കിയുള്ളവർക്ക്? അല്ല, തികച്ചും എന്തുണ്ട്? വ്യത്യാസമുണ്ട്. മുമ്പുള്ള നിയമങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മള് അതിന്റെ എന്താ പറയാ, ബലിയറക്കുന്ന ആ മൃഗത്തെ എന്ത് ചെയ്യാൻ പാടില്ല? ബലിയറക്കുന്ന ഒരാളുണ്ടാവുമല്ലോ, അയാൾ എന്ത് ചെയ്യാൻ പാടില്ല? കഴിക്കാൻ പാടില്ല എന്ന് തുടങ്ങി എന്ത് ചെയ്യുന്നുണ്ട്? പല രൂപങ്ങളുണ്ട്. അത് മാത്രവുമല്ല, അതിന്റെ സ്വീകാര്യതയുടെ രീതിയും ഒക്കെ എന്താണ്? വ്യത്യാസമാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. നബി അലൈഹി ഇസ്ലാം, നബി അലൈഹി ഇസ്ലാമിന്റെ 2 മക്കളുണ്ട്. ആരാണ്? ഹാബീലും ഖാബീലും അല്ലെ. ഇരുവരും എന്ത് ചെയ്യുന്നുണ്ട്? അള്ളാഹുവിനെ ബലി സമർപ്പിക്കുന്നുണ്ട്. ഹാബീൽ എന്ത് ചെയ്തു? ഒരു നല്ലൊരു മൃഗത്തെ സമർപ്പിച്ചു. എന്തോടുകൂടി? ആത്മാർത്ഥതയോടുകൂടി, അള്ളാഹുവിനെ തഖ്വ ചെയ്തുകൊണ്ട് നൽകി. ഖാബീലോ മോശമായ ഒരു മൃഗത്തെ എന്ത് ചെയ്തു? അറുത്തു. എന്നാൽ എന്തുണ്ടായിട്ടില്ല? തഖ്വ ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന് വേണ്ടിയിട്ടല്ല ചെയ്തത്. അള്ളാഹുവിന്റെ അംഗീകാരം എങ്ങനെയാണ്? ആകാശത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു തീയിറങ്ങി, സ്വീകരിക്കപ്പെട്ട ബലി എന്ത് ചെയ്തു? കത്തിച്ചു. സ്വീകരിക്കപ്പെടാത്തത് അവശേഷിച്ചു. പണ്ട് കാലത്ത്, നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു അതിന്റെ സ്വീകാര്യത. ബലി അർപ്പിച്ചത് സ്വീകരിച്ചു എന്നുള്ളത് മനസ്സിലാക്കി എങ്ങനെയാണ്? അതിനെ അങ്ങ് കത്തിച്ചു കളയുന്ന ഒരു രൂപം എന്ത് ചെയ്യാൻ കഴിയും? നമുക്ക് കാണാൻ കഴിയും. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചത് എന്താണ്? തന്റെ മകൻ ആരെ? ഇസ്മാഈലിനെ നൽകാൻ വേണ്ടിയിട്ടാണ് കൽപ്പിച്ചത്. പൂർണ്ണമായ ഒരു അനുസരണം കാണിച്ചു. എന്നാൽ അല്ലാഹു എന്ത് ചെയ്തില്ല? മകനെ ബലി നൽകാൻ അനുവദിച്ചില്ല. പകരം ഒരു മൃഗത്തെ നൽകിയെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും. മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ ജനതയോടും എന്ത് പറയുന്നുണ്ട്? ബലികർമ്മത്തിന് പറയുന്നുണ്ട്. എന്നാൽ ആ കൽപ്പന ലഭിച്ച അവരെന്ത് ചെയ്തത്? ചോദ്യങ്ങളോടെ ചോദ്യം. എന്താ ചെയ്തത്? ചോദ്യങ്ങളോട് ചോദ്യം. ചോദിച്ച് എന്ത് ചെയ്തു? അവർ ആ കാര്യത്തെ ഒരു ബുദ്ധിമുട്ടാക്കി. അള്ളാഹു എന്ത് ചെയ്തു? അതിനെ അവരിൽ നിന്ന് എന്ത് ചെയ്തില്ല? സ്വീകരിച്ചില്ല. ചില കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അനുസരണം എന്ത് ചെയ്യണം? എളുപ്പമാകണം, ബുദ്ധിമുട്ടുണ്ടാക്കാൻ പാടില്ല. ചില ആളുകൾക്ക് ചിലത് പറഞ്ഞു കൊടുത്താൽ, ഖുർആനും ഹദീസും ഒക്കെ പറഞ്ഞു കൊടുത്താലും വീണ്ടും മനസ്സിലാക്കില്ല. ഇങ്ങനെ അതിൽ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കണം. കുറെ ചോദ്യങ്ങൾ നല്ലതാണ്, അല്ല. ചോദ്യങ്ങൾ അധികമായതിന്റെ പേരിലാണ് എന്ത് ചെയ്തത്? നബി അലൈഹി സ്വലാമിന്റെ ഉമ്മത്ത് ആ രൂപത്തിൽ നശിച്ചു പോയത് എന്ന് നമുക്ക് കാണാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ബലിയുടെ രീതി എന്താണ്? അത് നമുക്ക് കഴിക്കാം. പിന്നെ എന്ത് ചെയ്യണം? നമ്മള് അത് ദരിദ്രർക്ക് കൊടുക്കണം. പിന്നെയോ തീയിറങ്ങുന്ന ഒരു സ്വീകരണമാണോ? അല്ല, മറിച്ച് അത് അള്ളാഹുവിങ്കലാണ്. എന്താണ് ഇതിന്റെ ബേസ് എന്നാണ് ഇതിലൂടെ അള്ളാഹു നമ്മളോട് പറയുന്നത്. എന്താണ് ബേസ്? അത് ഭക്തിയിൽ നിന്നാണ്, തഖ്വയിൽ നിന്നുള്ളതാണ്. തഖ്വ എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന തഖ്വ ആവർത്തിച്ചു പറയുന്നു. എന്നാൽ ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന എല്ലാ മേഖലയും നമ്മൾ മനസ്സിലിങ്ങനെ കാണുക. നമ്മുടെ എന്താ പറയാ, സുഹൃത്ത് ബന്ധം, നമ്മുടെ കുടുംബ ബന്ധം, നമ്മുടെ വ്യക്തിപരമായ പെരുമാറ്റം, നമ്മുടെ സാമ്പത്തിക മേഖല എന്ന് തുടങ്ങിയ എല്ലാ മേഖല എടുത്ത് നോക്കിയാൽ എവിടെ നമുക്ക് തഖ്വ കൊടുക്കാൻ കഴിയാം?
ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. നമ്മൾ ഇടപെടുന്ന മേഖലകൾ, ആ ഇടപെടുന്ന മേഖലകളിൽ നമ്മൾ ടിക്ക് കൊടുക്കണം. അവിടെ നമുക്ക് തഖ്വ ഉണ്ടെങ്കിൽ എത്ര എണ്ണത്തിൽ ഉണ്ടാവും? തഖ്വ എവിടെ നിന്നാണുള്ളത്? പുറത്തുള്ള തഖ്വയല്ല, പുറത്ത് നമ്മൾ എല്ലാ മുത്തഖ്യങ്ങൾ തന്നെയാണ്. ഹൃദയങ്ങളിലുള്ളത് എന്ന് പറയുമ്പോ നമുക്കറിയാലോ, നമ്മളെ ഹൃദയത്തിൽ നമ്മളെന്താ ചിന്തിച്ചു കൂട്ടുന്നത്? ഇപ്പൊ വേറൊരാൾക്ക് വന്നിട്ട് ടിക്കറ്റാൻ കഴിയാതെ ഇല്ല, വേറൊരാള് ടിക്കറ്റ് എല്ലാവരും 1-2 ദിവസമാവുള്ളൂ. നമ്മള് ടിക്കറ്റ് എത്ര ഉണ്ടാവും? ആരും കാണിക്കൊന്നും വേണ്ട, റിപ്പോർട്ട് കൊണ്ട് അടുത്താഴ്ച വരാനെന്നല്ലല്ലോ ഞാൻ പറയണത്. മറിച്ച് എന്ന് ദിനേന നമ്മൾ കേൾക്കുന്നു, പല രൂപത്തിൽ, പല പ്രഭാഷണങ്ങളിൽ. ഖുർആൻ പാരായണം ചെയ്യുമ്പോ, ഖുർആൻ പഠിക്കുമ്പോ നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ കേൾക്കാതെ പോയി അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. തഖ്വ ചെയ്യുന്നവരാണ്, സൂക്ഷിക്കുന്നവരാണ്. എന്തിനാണ് നമ്മൾ സൂക്ഷിച്ചത്? നമ്മൾക്ക് കഴിയുന്ന മേഖലയിലാണ് നമ്മളെ സൂക്ഷ്മത. ശ്രദ്ധിക്കണേ. നമ്മൾക്ക് കഴിയുന്ന, നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന, നമ്മുടെ കാര്യങ്ങൾ സ്മൂത്ത് ആയിട്ട് പോകാൻ കഴിയുന്ന മേഖലയിൽ നല്ല തഖ്വയാണ്. എന്നാൽ അവിടെ അല്ലാഹുവിനെ സൂക്ഷിക്കുക എന്ന് പറയുമ്പോ 50,000 നഷ്ടം എന്ന് പറയുമ്പോ അവിടെ നമ്മളങ്ങ് നോക്കും. അവിടെ നമ്മൾ തഖ്വ ചെയ്യുമ്പോ എന്റെ സ്ഥലത്തിൽ ഇത്ര പോകുമെന്ന് പറയുമ്പോ നമ്മൾ എന്ത് ചെയ്യും? തഖ്വ ഒന്ന് മുക്കും. ആ കച്ചവടം നിലപാട് പിന്നെ പൊന്തും. അതുപോലെ കുടുംബ ബന്ധത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നു, നമ്മുടെ ഭാഗം ജയിക്കണം. നമ്മളാണ് ഒരു കൂട്ടത്തിലുള്ളത്, നമ്മളെ ഭാഗത്താ തെറ്റ്. എന്നാലോ ഇവിടെ എന്ത് ചെയ്യാൻ പാടില്ല, വിട്ടുകൊടുക്കാൻ കഴിയില്ല. പിന്നെ അതൊരു നാണക്കേടാണെന്ന് കരുതി തഖ്വയെ നമ്മൾ മുക്കും. 2 വർത്താനങ്ങൾ പറയും. നമ്മളെ ഗ്രൂപ്പുകൾ എടുത്താൽ മതി, നമ്മൾ പറഞ്ഞ ചില വർത്താനം നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയും. എന്താകുമ്പോ തഖ്വയെ ഒന്ന് നമ്മള് തഖ്വ ചെയ്യേണ്ട മുറപ്രകാരം തഖ്വ എന്നുള്ളത് എപ്പോഴും ജീവിതത്തിന്റെ ഓരോ നിമിഷം അല്ലാഹുവിനെ ഭയക്കുക. നമുക്ക് ഇടയ്ക്ക് പേടി തോന്നണം, പഠിച്ചവനെ ഞാൻ അള്ളാഹിനെ പറ്റി ചിന്തിക്കാണ്ടാണോ ഞാൻ ഇതൊക്കെ ചെയ്യണത് അല്ലേ? നമ്മള് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ പറയാ, വളരെ ശ്രദ്ധയുള്ളവരാണ് എന്ന് പലപ്പോഴും നമ്മൾ പറയുമ്പോഴും അള്ളാഹുവിന്റെ വിഷയത്തിൽ എത്രത്തോളം ശ്രദ്ധ ഉണ്ടല്ലേ? നമ്മൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞാന് എന്താ പറയാ, എന്റെ മക്കളുടെ കാര്യത്തിൽ ഞാൻ എന്ത് ചെയ്യാറില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും വെക്കാറില്ല. എന്റെ മക്കളുടെ വിഷയത്തിൽ അവരങ്ങനെ നിന്നോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാറില്ല, ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാറില്ല. പറയുന്ന പല ആളുകളുണ്ട്. എന്നാൽ എപ്പോഴെങ്കിലും അള്ളാന്റെ വിഷയത്തിൽ ഒരു അഡ്ജസ്റ്റ്മെന്റിന് ഞാൻ തയ്യാറില്ല. അതാണ് തഖ്വ, അതാണ് അള്ളാനെ സൂക്ഷിക്കാറുള്ള. അത് എവിടെ ഉണ്ടാകണം? ഹൃദയത്തിൽ ഉണ്ടാകണം. നാവിലുണ്ട്. ഹൃദയത്തിൽ പലപ്പോഴും കൊണ്ട് നടക്കാൻ നമുക്ക് കഴിയുന്നില്ല. ഹൃദയത്തിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? എല്ലാ ജീവിതത്തിന്റെ മേഖലയിലും അത് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ എന്താകുക, ചില പ്രത്യേക നിമിഷങ്ങളിൽ, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അത് വരുള്ളൂ. അത് ഇവിടുന്ന് വരുന്നതാണ്, നമ്മുടെ നാവ്, നമ്മുടെ മനസ്സിന് ചിന്തിച്ചെടുക്കുന്നതാണ്. പറയും. പിന്നെ നമ്മൾ മനസ്സിലാക്കണം, ബലികർമ്മത്തെ പറ്റി പറയുമ്പോ വലിയ ആർക്ക് മാത്രമാണ്? അള്ളാഹുവിന് മാത്രം. ഇന്നങ്ങനെയാണോ? ഇന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്? അല്ല. പല ആളുകൾക്ക് വേണ്ടി, പല വിധത്തിൽ, പല ജാലങ്ങളിൽ പോയി എന്ത് ചെയ്യുന്നു? ബലി നടത്തുന്ന ആളുകൾ. ചില ആളുകൾക്കൊന്നും അറിയില്ല. നമ്മൾ ചിന്തിക്കണം, ഇന്ന് നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ പ്രസംഗിക്കുമ്പോഴും നമ്മുടെ ഓപ്പോസിറ്റുള്ള ഭാഗത്തേക്ക് നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? ആളുകൾക്ക് അറിവില്ല. ഞാൻ പിന്നാലെ കണ്ട 2-3 ദിവസം മുമ്പ് കണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, അവിടുന്ന് പള്ളിയിൽ ഇങ്ങനെ മനുഷ്യനെ ഇറങ്ങി ഇങ്ങനെ വരുന്നുണ്ട്. ഇറങ്ങിയിട്ട് നമ്മളെ ഈ ബൈപ്പാസിന്റെ റോഡിന്റെ നടക്കെത്തി. ഞാൻ അയാളെ ബാക്കിൽ സ്കൂട്ടറിൽ ഇങ്ങനെ ഉണ്ട്. അപ്പൊ ആ സാധുവായ ഒരു വയസ്സായ മനുഷ്യൻ നടന്നിട്ട് ഇങ്ങനെ വരുന്നത്. അയാൾ നേരെ നിൽക്കുന്നത് സൂര്യന്റെ മുന്നിലാണ്. അതായത് സൂര്യന്റെ മുന്നിൽ, നേരെ സൂര്യൻ ആണെന്നത് സൂര്യന്റെ വെളിച്ചടിക്കുന്ന ആ ഭാഗത്ത് സൂര്യനെ നോക്കി ഇങ്ങനെ നിൽക്കുക. പിന്നെ അയാൾ എന്തോ ചെയ്യുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല. എന്താണ് ഇങ്ങനെ തൊഴുകുന്നത് പോലെ? നിനക്കറിയില്ല. സൂര്യ നമസ്കാരം അതാണ് അല്ലാഹുവല്ല. അയാൾ ഇവിടുന്ന് ഇറങ്ങി വരുന്നത് പള്ളിയിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. എന്നാലോ അയാളെ പള്ളിയിൽ കയറുന്ന വരെ ചിലപ്പോൾ അയാൾക്ക് അതൊന്നും അറിയണ്ടോ, അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങിയപ്പോൾ കിട്ടിയത് അല്ലാഹുവല്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ആളുകള് വല്ലാതെ ജഹാലത്തിലേക്ക് പോവുകയാണ്. എന്താ നമ്മുടെ ഉത്തരവാദിത്തം? നമ്മൾ ഇങ്ങനെ എന്ത് ചെയ്യാ, പള്ളിയിൽ വരാ, നമസ്കരിക്കുക, നമ്മുടെ കാര്യങ്ങൾ എല്ലാവരോട് പറയാ. ഇന്നത്തെ നല്ല ഷർട്ടും മേലൊക്കെ ഒന്ന് ലെവലാക്കി, ഡ്രസ്സൊക്കെ ഒന്ന് തിരക്കി, താടിയൊക്കെ ഒന്ന് വാരി,
മുടിയൊക്കെ ഒന്ന് ചീകി നമ്മളെല്ലാം സുന്ദരകുട്ടന്മാരായിട്ട് ഇങ്ങനെ പോവുക. നമ്മളെ കാര്യമൊക്കെ ഇങ്ങനെ സ്മൂത്ത് ആക്കി നല്ല മാഷാഅല്ലാഹ് എന്റെ കാര്യത്തിൽ ഞാൻ പെർഫെക്റ്റ് ആണ്. അങ്ങനെ കുറച്ച് ആളുകൾ കണ്ടാൽ അവരോടൊന്നും ഖേദം പോലും നമുക്ക് തോന്നൂല. തോന്നണ്ടേ ഖേദം? ഖേദം തോന്നിയാലല്ലേ ആ മനുഷ്യനോട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കുക. അതുപോലും തോന്നൂല. നടത്താൻ എന്താ അതപ്പതിച്ചു പോയി എന്ന് നമ്മളെ സീരി വെക്കണ്ട. അത് നമുക്കുള്ള പരീക്ഷണമാണ്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിലത് കേൾക്കുന്നതും ചില കാണുന്നതോ എല്ലാം കാണുന്നതും കേൾക്കുന്നതും ആരുടെ കൽപ്പന പ്രകാരമാണ്? അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലല്ലേ? അപ്പൊ ഞാൻ ഇന്ന് അങ്ങനെ ഒരു മനുഷ്യനെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിനെ കാണിപ്പിച്ചതല്ലേ? അതിൽ ചില ഉദ്ദേശങ്ങൾ അള്ളാഹ്ക്ക് ഉണ്ടാവില്ലേ? അത് നമ്മൾ തിരിച്ചറിയുന്നില്ല. നമ്മളെ തടി നോക്കുകയാണ്. അതല്ല തഖ്വ. ഹൃദയത്തിൽ നിന്ന് വരുന്ന തഖ്വ എന്ന് പറയുമ്പോ ആ രൂപത്തിലല്ല ഉണ്ടാകുക എന്ന് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറയുന്നു. അല്ലാഹു മനസ്സിലാക്കേണ്ട തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്തൊരു ആയത്തും കൂടി എടുത്തിട്ട് നമ്മുടെ ക്ലാസ് നമുക്ക് ഇൻഷാ അല്ലാഹ് വൈൻഡപ്പ് ചെയ്യാം. 33 എടുക്കണ്ടല്ലേ? ലകും ഫീഹാ മനാഫിഅ ഇലാ അജലിൻ മുസമ്മാ ثم محلها إلى البيت العتيق ലക്കും ഫീഹ നിങ്ങൾക്കതിലുണ്ട്. ഏതിൽ? ഈ ബലിമൃഗങ്ങളിൽ. മനാഫിഅ പ്രയോജനങ്ങൾ. ഒരു ആടിനെ അറുക്കാന്ന് പറഞ്ഞാൽ എന്തുണ്ടാവും? അതിന് നമ്മൾ പോയിട്ടുന്ന സമയത്ത് അതിൽ നിന്ന് എന്ത് ചെയ്യും? നമുക്ക് പാല് ലഭിക്കും. അത് എടുക്കാൻ പറ്റില്ലാന്നുണ്ടോ? ഇല്ല. ലക്കും ഫീഹ മനാഫിഅ, അതിൽ മൻഫഅത്തുണ്ട്, പ്രയോജനമുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം? സ്വീകരിക്കാം. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ ഒരാള് ഒട്ടകത്തെ എന്ത് ചെയ്യുന്നു? അതിന്റെ കയറ് പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോകും. അതിന്റെ മുകളിൽ കയറുന്നില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, നീ എന്താ ഇങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്നേ? എന്റെ മുകളിൽ കയറാതെ. എന്റെ മുകളിൽ കയറാൻ എനിക്ക് സഞ്ചരിക്കാറ്. അല്ല, ഞാനിത് എന്ത് ചെയ്യാണ്? ബലി നൽകാൻ വേണ്ടിയുള്ള മൃഗാണ്, അതുകൊണ്ടാണ് ഞാനിത് കയറാത്തത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ എന്ത് ചെയ്യുക? അതിൽ തന്നെ സഞ്ചരിക്കുക. അതിനെ കൊണ്ട് നമുക്ക് ലഭിക്കുന്നല്ലേ? ഒട്ടകത്തിനെ കൊണ്ട് നമുക്ക് സഞ്ചരിക്കാം, യാത്ര പോകാം. അതിനെ കൊണ്ടുള്ള മൻഫഅത്തുകൾ എന്ത് ചെയ്യണം? നമുക്ക് സ്വീകരിക്കാം. ഏതുവരെ? ഇലാ അജലിൻ മുസമ്മ, ഒരു അവധി വരെ, അല്ലെ? ബലികർമ്മം നടത്തുന്നത് വരെ. സുമ്മ മഹില്ലുഹ, പിന്നീട് അവയുടെ അനുവദിക്കപ്പെട്ട സ്ഥലം ഏത്? ഇലൽ ബൈത്തിൽ അതീഖ. എവിടത്തേക്ക്? എവിടത്തേക്ക്? എന്താ ഇലൽ ബൈത്തിൽ അതീഖ എന്ന് പറഞ്ഞാ? അവയെ കഅബയുടെ അടുത്ത് ഹറമിൽ വെച്ച് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? അതിനെ അറുത്ത് ബലി നടത്തേണ്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എന്ത് ചെയ്യുന്നു? പറഞ്ഞു തരുന്നു. ബലികർമ്മത്തെ പറ്റിയിട്ടാണ് വന്നുകൊണ്ടേയിരിക്കുന്നത്. ആ ബലികർമ്മത്തെ എന്ത് ചെയ്യുക? ആ ബലിമൃഗങ്ങളിൽ നിന്നുള്ള മൻഫഅത്തുകൾ, ഉപകാരങ്ങൾ, പ്രയോജനങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം? അത് സ്വീകരിക്കാമെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വമൻ യുഅദ്ദിം എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. വമൻ യുഅദ്ദിം ഹുർമാത്തില്ലാഹ്, പിന്നീട് എന്ത് പറഞ്ഞു? വമൻ യുഅദ്ദിം രണ്ടാമത് എന്താ പറഞ്ഞത്? ശആഇറല്ലാഹ്. ഇതിലൊക്കെ പറഞ്ഞത് ബഹുമാനിക്കുന്നതായാലേ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നതായ. അങ്ങനെ അള്ളാഹുവിന്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുകയും എന്നിട്ട് ബാക്കിയുള്ള മതങ്ങളുടെ കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ളത് ശരിയാണ്. ഇന്ന് ചർച്ച ചെയ്യേണ്ട ഏറ്റവും വലിയ വിഷയമാണ് മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും. ഇത് പറയുമ്പോൾ ആളുകൾക്ക് പറ്റില്ല. ഇത് പറയുമ്പോൾ ആളുകൾക്ക് വല്ലാത്ത ഇടങ്ങേറാണ്. മറ്റൊരു ഖൗമിന്റെ ഏതെങ്കിലും ആചാരങ്ങളിൽ നമ്മൾ ഉൾപ്പെട്ടാൽ നമ്മൾ അവരിൽപ്പെട്ടവരായി. പിന്നെ നമുക്ക് സ്വർഗമുണ്ടോ? പിന്നെ നമുക്ക് സ്വർഗമുണ്ടോ? ഇല്ല. ഈ ഹദീസ് നമുക്ക് കേൾക്കാൻ കഴിയില്ല. റസൂലുള്ളാഹിന്റെ പ്രവചനാണല്ലേ. ഒരു ഉടുമ്പിന്റെ മാളത്തിലേക്ക് അവരെ തലയിട്ടാൽ അവിടെ പോയിട്ട് തലയിടുന്ന ആളുകളായിട്ട് നമ്മുടെ ഈ ഉമ്മത്ത് മാറിയില്ലേ? ഇപ്പൊ ആഘോഷം വരെയല്ലേ ക്രിസ്മസ് കഴിഞ്ഞു പോയല്ലോ, ഒരു വലിയൊരു ഓണം. ഹിന്ദുക്കൾ പോലും പറയണത് ഇത് നമ്മുടെ ആഘോഷം, നമ്മൾ മറന്നുപോയി. നമ്മുടെ ആഘോഷം പോലൊന്നല്ല ഇതുള്ളത്. ഒന്നൊരു പ്രശ്നമില്ല ആളുകൾക്ക്. ഇതിനെ പിന്നെ നമ്മള് എന്താ പറയാ നോർമലൈസ് ചെയ്യുന്ന ഒരു കാര്യം എന്താ? അത് എന്റെ മോന് കോളേജിലെ പരിപാടിക്ക് പോയതാണ്.
കോളേജിൽ എന്താ ഇതുവരെ ഇല്ലാത്ത പരിപാടി? ഓണായോണ്ടാണ് ഓണപരിപാടി തന്നെ അതിന്റെ പേര് ചിലപ്പോൾ മാറ്റാം, ഫെസ്റ്റ് എന്ന് മാത്രമാക്കാം, ഓണം കട്ട് ചെയ്യാം. 50 അനുവദനീയായോ? ആളുകളെ ചർച്ച ചെയ്യണം. ഞാൻ സിയാറ എടുക്കുന്ന ഒരു സ്ഥലത്തുള്ള ഒരു കുട്ടിയുടെ ഉമ്മ എന്നെ വിളിച്ചിരുന്നു. എന്നോട് പറഞ്ഞു, ഓണത്തിന് വെള്ളമുണ്ടും ഒരു ഷർട്ടും എടുക്കണം എന്നൊക്കെ കുഴപ്പാക്കിയിട്ടാണ് ഇവിടെ ഇറങ്ങിയിട്ടുള്ളത്, നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം അതിന്റെ ഗൗരവം. പറഞ്ഞു കൊടുത്താലൊന്നും ഒരടുത്താഴ്ച മുതൽ ക്ലാസ്സിൽ വരില്ല, അതെന്നെ ഉണ്ടാകുക. എന്നാൽ ഇന്ന് നമ്മുടെ പല വീടുകളിലും അതിനെന്ത് ചെയ്യാണ് അനുവദിക്കുന്ന അന്ന് ഇതുവരെ ഇല്ലാത്തൊരു സദ്യയാണ്. അതുവരെ ഇല്ലാത്തൊരു സദ്യ അന്ന് പൊട്ടി. ഞാൻ പറഞ്ഞു വരുന്നത് സദ്യ കഴിക്കുക അല്ല, നമ്മളിപ്പോ ക്രിസ്മസ് ആകുമ്പോ കേക്ക് കഴിക്കുക, അതൊന്നുമല്ല. മറിച്ച് അതുമായിട്ടൊരു ബന്ധം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മൾക്ക് നല്ല നമ്മുടെ വീടുകളിൽ ഉണ്ടാകാൻ പാടില്ല. പൂക്കളം ഇടുന്ന മുസ്ലിം വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. അന്ന് എല്ലാരും കൂടി സാരിയിട്ട് ഇറങ്ങണം എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ചർച്ച ചെയ്യുന്ന മുസ്ലിം കുടുംബങ്ങൾ ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. എന്തേ അവർക്കത് മനസ്സിലാകും? എന്താ ആളുകൾ ഇത് പറയാത്തത്? പറഞ്ഞാൽ വല്ലാത്തുണ്ടാവും, ഇടങ്ങാറുകൾ ഉണ്ടാവും, ദേഷ്യം വിളിക്കും, ചീത്ത വിളിക്കും. ഒരു പ്രാവശ്യം ഒരു സംസാരത്തിൽ ഓണത്തിനെതിരെയും നബിദിനത്തിനെതിരെയൊക്കെ വല്ലാണ്ട് പറഞ്ഞാൽ കുറെ ആളുകൾ പറഞ്ഞു, അങ്ങനൊന്നും പറയേണ്ടതില്ല എന്നാ പറയാ. പറഞ്ഞത് തെറ്റാന്ന് പറയൂല. എന്താ പറയാ? അങ്ങനെ ഒന്നും എതിർക്കേണ്ടതൊന്നുമില്ല. ഓണത്തിനൊന്ന് രാത്രി പോയിട്ട് ഒരു കമ്പവലി വെച്ചാൽ എന്തൊക്കെ പ്രശ്നം? പള്ളിയിൽ 1ാമത്തെ സഫിൽ വലിയ താടി വെച്ചിരിക്കുന്ന മനുഷ്യന്മാർ ഇത് പറയണതേ. അല്ലാഹു നമ്മളെല്ലാരെയും കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഒന്നിലും 1% നമ്മൾ ഉണ്ടാവാൻ പാടില്ല. ചില ആളുകളുണ്ട്, അവര് വലിയ കമ്പനികളും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനുകളും ഒക്കെ നടത്തുന്ന ആളുകളാണ്. പെട്ടെന്ന് ഒരു ഓണം ആകുമ്പോ അവരുടെ കമ്പനിയുടെ ഒരു പോസ്റ്റർ, ഹാപ്പി ഓണം. എന്തോ സംഭവം കരുതുന്നത് ഇല്ലെന്തോ സംഭവം കരുതുന്നത്. അവന്റെ സംരംഭം എന്താന്ന് നോക്കിയാൽ വലിയ ദീനുമായിട്ട് ബന്ധമായിരിക്കും. എന്നാലോ അതിന്റെ സിഇഒന്റെ പേരൊക്കെ നോക്കിയാൽ വലിയ പേരൊക്കെ ആയിരിക്കും. ഹാപ്പി ഓണം. ക്രിസ്മസ് ആവുമ്പോ ഹാപ്പി ക്രിസ്മസ്. എന്താ സംഭവം? അങ്ങനെ കിട്ടാലല്ലേ? ആളുകളൊന്ന് ശ്രദ്ധിക്കൂ. അത് നമ്മുടെ ആളുകളൊക്കെ എന്താകണം, അതൊന്ന് സ്റ്റോറി വെക്കണം, ഒന്ന് സ്റ്റാറ്റസ് ഇടണം. പിന്നെ നമ്മൾ വിചാരിക്കും ബാക്കിയുള്ള കമ്പനിയൊക്കെ ഈദ് മുബാറക്ക് ഇടുന്നില്ലേ, അപ്പൊ പിന്നെ നമുക്ക് എന്താ ഒരു ഹാപ്പി ക്രിസ്മസ് പോസ്റ്ററൊക്കെ ഇറക്കുന്നതിന് എന്താ പറ്റൂല എന്ന് പറയാൻ നമ്മൾ എന്തിനാ പഠിക്കുന്നത്? കാരണം നമുക്ക് വലുത് അല്ലാഹു അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യങ്ങളാണ്. അത് കഴിഞ്ഞിട്ടേ വേറെ എന്തോ ഉള്ളൂ. അതാണ് നമ്മുടെ അടിത്തറ, അതാണ് നമ്മുടെ അടിവസ്ത്രം എന്ന് പറയുന്നത്. ബാക്കിയൊക്കെ അതിന്റെ മുകളിലല്ലേ? അതാണ് നമ്മുടെ അടിവസ്ത്രം, ബാക്കിയൊക്കെ അതിന്റെ മുകളിലല്ലേ? അത് നന്നായാൽ ബാക്കിയും നന്നാവും. ഇനി അതില്ല എന്നാണെന്നുണ്ടെങ്കിൽ മുഴുവനും പ്രശ്നമായിരിക്കും. വളരെ വ്യക്തമായി നമ്മൾ മനസ്സിലാക്കുക. ചില കണിശത കാണിക്കേണ്ട ഇടങ്ങളിൽ നമ്മൾ കാണിക്കലാണ്. ഒരു അഡ്ജസ്റ്റ്മെന്റ് നമ്മൾ തയ്യാറാകരുത്. പറ്റില്ല എന്നുള്ളത് പറ്റില്ല എന്ന് തന്നെ പറയണം. അതിൽ നമ്മളിങ്ങനെ അതൊന്നും പ്രശ്നമല്ല, അതുകൊണ്ട് നമ്മള് ബിരിയാണി കൊടുത്തില്ലേ, അതുകൊണ്ട് നമുക്ക് അവരെ പായസം കഴിക്കുന്നതിന് നമുക്ക് എന്താ എന്നുള്ള നിലപാടുണ്ടാവാൻ പാടില്ല. എന്തിനേറെ പറയണം? അവര് മല കയറി വന്നാൽ കിട്ടുന്ന പായസത്തിന്റെ പേരെന്താ? അതുപോലും ഇങ്ങനെ ആഗ്രഹത്തോടു കൂടി ഇങ്ങനെ കാത്തു നിന്ന് വാങ്ങി വീട്ടിൽ അടുക്കളയിൽ വെച്ചവരുണ്ട്. ഇത് മനസ്സിലാവില്ലല്ലോ, ഇത് എന്താ പറയാ, ഇതിന്റേതാണ്. ചോറ് എടുത്തിട്ട് കുറച്ച് ചോറും കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാക്കിയിട്ട് അടുക്കളയിൽ വെച്ചാൽ ഇത് മനസ്സിലാവും. പുറത്ത് ചോറിന്റെ മുകളിൽ എഴുതി വെക്കൂലല്ലോ ഓണത്തിന്റെ ചോറാണെന്ന് തോന്നുന്നു. കേക്കിന്റെ മുകളിൽ ഉണ്ടാവോ ക്രിസ്മസിന്റെ കേക്കാന്നൊക്കെ? അതിന്റെ പേരെ ക്രിസ്മസ് കേക്ക് എന്നാണ്. അള്ളാഹു മനസ്സിലാക്കണം. നമുക്ക് അനുഗ്രഹിക്കട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാം അനുസരിച്ച് കഴിയുന്നവരാണ് നമ്മള്. ആ ഇസ്ലാമിന്റെ കാര്യങ്ങളെ ബഹുമാനിക്കുന്നത് നമ്മൾ അതിൽ തന്നെയാണ്. അതിന്റെ മതചിഹ്നങ്ങളെ ബഹുമാനിക്കുന്നത്, അതിന്റെ മതചിഹ്നങ്ങൾ മാത്രമേ നമ്മൾ ബഹുമാനിക്കുന്നുള്ളൂ. മനസ്സിലായില്ലേ? അത് മാത്രമേ നമ്മൾ വെളിപ്പെടുത്തുള്ളൂ, അതിനെ നമ്മൾ മാത്രം അനുസരിക്കുന്നുള്ളൂ. ബാക്കി ഒന്നിനോട് നമുക്കെന്തില്ല, ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ല എന്ന് ഈ സാഹചര്യത്തിൽ പ്രത്യേകം പറയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് സൂചിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലുടനീളം നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ ഇന്ന് അടുത്ത ആയത്ത് ഒന്നുകൂടി ഓതി നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ذلك ومن يعظم حرمات الله فهو خير له عند ربه وأحل
لكم الأنعام إلا ما يتلى عليكم فاجتنبوا الرجس من الأوثان واجتنبوا قول الزور حنفاء لله غير مشركين به ومن يشرك بالله فكأنما خر من السماء فتخطفه الطير أو تهوي به الريح في مكان سهيق ذلك ومن يعظم شعائر الله فإنها من تقوى القلوب لكم فيها منافع إلى أجل مسمى ثم محلها إلى البيت العتيق അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിച്ച കാര്യങ്ങൾ മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ കൊണ്ടുവരാനും ജീവിതത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവിതത്തിലൂടെ നേടുന്ന നിലനിർത്താനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ